പാർലമെന്റിന്റെ ചരിത്രത്തിൽ നിർണായകമാകുമെന്ന് കരുതിയ വനിതാ സംവരണ ബില്ലിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം സഭയ്ക്കുള്ളിൽ നിന്നും തെരുവിലേക്ക് പടരുകയാണ്. ബില്ലിന്മേൽ നടന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞെങ്കിലും ഈ വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യ പ്രചാരണ ആയുധമാക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം. പ്രത്യേക സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് എടുത്തുവെങ്കിലും ലോക്സഭയിൽ ബിൽ പരാജയപ്പെട്ടത് ഭരണപക്ഷത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. പ്രത്യേക സമ്മേളനത്തിന്റെ ഭാഗമായി 3 ദിവസത്തെ സിറ്റിംഗ് ആണ് വനിതാ സംവരണത്തിനായി മാറ്റിവെച്ചിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് വേളയിൽ ഭരണപക്ഷത്തിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിട്ടത്. NDA ഘടകകക്ഷികൾക്ക് പുറമെ YSR കോൺഗ്രസ് മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ചത്. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്തത് രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിച്ചു. BJPയുടെ വോട്ട് ബാങ്ക് തന്ത്രമാണ് ഈ ബില്ലിന് പിന്നിലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രതിരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ബിൽ കടമ്പ കടക്കാത്ത സാഹചര്യത്തിൽ രാജ്യസഭയിൽ ഇത് പരിഗണിക്കേണ്ടി വന്നതുമില്ല. ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് BJP ആഹ്വാനം ചെയ്തു. പ്രതിപക്ഷത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ വനിതാ പ്രവർത്തകരെ അണിനിരത്തി വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് BJP തീരുമാനം. ബിൽ പരാജയപ്പെട്ടെങ്കിലും ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് BJPയുടെ നീക്കം. സ്ത്രീവിരുദ്ധ പ്രതിപക്ഷമെന്ന് മുദ്രാവാക്യമുയർത്തി രാജ്യവ്യാപകമായി വനിതകളെ അണിനിരത്തി പ്രതിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ബില്ല് പരാജയപ്പെട്ടതിൽ അവർ ആഘോഷം നടത്തുകയാണെന്നും ഇത് സ്ത്രീകളുടെ അവകാശങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അമിത് ഷാ തന്റെ എക്സിലെ പോസ്റ്റിൽ വിമർശിച്ചു. സ്ത്രീകൾക്ക് 30% സംവരണം നൽകുന്ന ബില്ല് പരാജയപ്പെട്ടതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ വിജയാരവം മുഴക്കി ആഘോഷിക്കുന്നത് അങ്ങേയറ്റം മോശവും സങ്കല്പിക്കാനാവാത്തതുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മണ്ഡല പുനർനിർണയ കാര്യത്തിൽ നോട്ട് നിരോധനത്തിന്റെ വേഗതയാണ് സർക്കാർ കാണിക്കുന്നതെന്ന് ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പരിഹസിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നിലപാട്. വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണിത്. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നേരിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമില്ലാത്ത ബില്ലുകൾ പാസാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രത്യേക യോഗം ചേരും. വനിതാ സംവരണ ബിൽ ഇനിയും ശ്രമം തുടരുമെന്ന് BJP വ്യക്തമാക്കുമ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി നേരിടണം എന്ന ചർച്ചയിലാണ് പ്രതിപക്ഷം. ബിൽ പരാജയപ്പെട്ടത് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. സംവരണത്തിന്റെ മറവിൽ മോദി, അമിത് ഷാ കൂട്ടുകെട്ട് നടത്തുന്ന അധികാരക്കളി പൊളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പും IPL ആവേശവും കൊടിപിടിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ അസ്ഥിരത വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. നിയമസഭകളിലെ കസേരകൾക്ക് വേണ്ടി സ്ത്രീകൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുകയും വോട്ടെടുപ്പിൽ വീഴുകയും ചെയ്യുമ്പോൾ തോൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, മറിച്ച് ഈ രാജ്യത്തെ പകുതിയിലധികം വരുന്ന സ്ത്രീ ജനതയുടെ സ്വപ്നങ്ങളാണ്. ചാണക്യതന്ത്രങ്ങൾ പാളിയ സഭയിൽ നിന്നും പോരാട്ടം തെരുവിലേക്ക് പടരുകയാണ്. സ്ത്രീവിരുദ്ധർ എന്ന BJPയുടെ ആരോപണവും അധികാരക്കളി എന്ന പ്രതിപക്ഷത്തിന്റെ മറുപടിയും വരും ദിവസങ്ങളിൽ ഇന്ത്യയെ പ്രകമ്പനം കൊള്ളിക്കും. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് ഇടം ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം അവസാനിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഡൽഹിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്.